എല്ലാവർക്കും നമസ്കാരം. നോർത്ത് ഇന്ത്യയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാർക്കോക്ക് ഗംഭീര ഡിമാൻഡാണുള്ളത്. നോർത്ത് ഇന്ത്യയിൽ മാർക്കോയുടെ ഹിന്ദി പതിപ്പും മലയാളം പതിപ്പുമാണ് ഇപ്പോൾ പ്രദർശനം തുടരുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് സ്ക്രീൻ കൗണ്ട് കുറവായതുകൊണ്ട് തന്നെ ഈ സിനിമ എങ്ങനെയെങ്കിലും കാണണമെന്ന ആഗ്രഹം കൊണ്ടുതന്നെ പല നോർത്ത് ഇന്ത്യൻ സിനിമാ പ്രേമികളും ചിത്രത്തിന്റെ മലയാളം പതിപ്പ് വരെ കാണുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ. ഇപ്പോഴത്തെ പ്രേക്ഷക അഭിപ്രായം മാനിച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ മാർക്കോയുടെ ഹിന്ദി പതിപ്പ് കൂടുതൽ തിയേറ്ററുകളിലും കൂടുതൽ സ്ക്രീനിൽ ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ ആടാവുകയാണ്. മാർക്കോ റിലീസായ ഈ കഴിഞ്ഞ 20-ാം തീയതി വെറും ആദ്യ ദിവസം 20,000 രൂപ മാത്രമാണ് കളക്ഷനായി ചിത്രം നേടിയത്. എന്നാൽ പിന്നീടുള്ള ഓരോ ദിവസവും നോർത്ത് ഇന്ത്യൻ സൈഡിൽ മാർക്കോക്ക് കളക്ഷൻ കൂടി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ മാർക്കോയുടെ ഹിന്ദി പതിപ്പ് മാത്രം 35 ലക്ഷത്തിന് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ചിത്രത്തിന്റെ 7-ാം ദിവസമാണ്. ഒരു പ്രവൃത്തി ദിനമായിട്ട് പോലും നോർത്ത് ഇന്ത്യൻ സൈഡിൽ വരെ ചിത്രത്തിന് റെഡ് അലേർട്ട് ഉണ്ട്. 5 ദിവസത്തെ ആഗോള കളക്ഷൻ റിപ്പോർട്ട് മാർക്കോയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ചിത്രം 50 കോടി ക്ലബിലും ഇടം നേടി. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കളക്ഷൻ വീണ്ടും വർദ്ധിക്കാനുള്ള എല്ലാ സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം ഈ വരുന്ന ജാനുവരി 1-ാം തീയതി ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് റിലീസാവുകയാണ്. ഇതിനോടകം തന്നെ ഒരുപാട് തെലുങ്ക് പ്രേക്ഷകർ മാർക്കോയുടെ തെലുങ്ക് റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മാർക്കോയുടെ തെലുങ്ക് പതിപ്പ് വിതരണാവകാശത്തിന് പോയിരിക്കുന്നത് ഏകദേശം 1.5 കോടി രൂപക്കെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 6 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടിരിക്കുന്ന മാർക്കോ എന്ന സിനിമ ഇതുവരെ 6 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ മാത്രം 1100-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളാണ് കളിച്ചിരിക്കുന്നത്. ഇന്ന് മാർക്കോയുടെ 7-ാം ദിവസം ഈ സമയത്ത് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഏകദേശം 5000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ 6 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ചിത്രം 3 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തു വരുന്നത്. ഇന്നും ചിത്രത്തിന് 3 കോടി കളക്ഷൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ലാലേട്ടന്റെ ചിത്രം റിലീസായിട്ട് പോലും കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ മാത്രം ക്രിസ്മസ് ദിനത്തിൽ മാത്രം ഏറ്റവും അധികം കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് മാർക്കോ മാറിയിരുന്നു. അപ്പോൾ മാർക്കോയുടെ 7-ാം ദിവസമായ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ തിരക്കുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.